ഒരരയും 2 സോഡായും എളുപ്പം ഇങ്ങട് ഗ്ലാസ്. എന്താണടേ നിനക്കൊരു മരണ വെപ്രാളോ? ഒഴിക്കട്ടെ. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കൂ. അല്ല മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയാടുന്നു. അത്താഴം മുടക്കാൻ ഇവ മതി. 2 കാലട്, ഒരു സോഡയും. ചേച്ചി എന്നാ പണിയാ കാണിച്ചേ? എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ. നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിനക്ക് അങ്ങോട്ട് പറയാൻ മേലേ? എന്നാടി? അവനും വരണമെന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പം മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചുമ്മാ പറയത്തേ ഉള്ളൂ. അല്ലടി കോതേ, ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് വയറു നിറച്ച് മാർക്ക് വാങ്ങിച്ചോണം. ഞാൻ അല്ലേലും ക്ലാസ്സിൽ ഫസ്റ്റാ. ഇവനാ പൊട്ട. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. യോ അനിയേ, ഒന്ന് പുറത്തോട്ട് വന്നേ, സമയായി. അടയ്ക്കില്ലേ? ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. അതൊന്നും വേണ്ടെന്നേ. തട്ടി തൂവി ഷർട്ടും മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലേ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. അച്ചോ. ജോണി, 2-3 ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മുമ്പത്തെ പോലെ അല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടെ. അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട. പിള്ളാരോടും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ കുടിക്കാനോ? മുതലാളി കൊള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മുതലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം മക്കളെ. കോതേ, മക്കളെ ചാച്ചന് ടാറ്റ പറ. പതുക്കെ പോ ചാച്ചാ. രാജേനും തോപ്പിക്കുന്നു വയ്ക്കോ. ഇനി മക്കളെ തിരിച്ചു വയ്ക്കോ കേട്ടോ.
എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് പടിയുള്ളതാ. വൈകുന്നേരം വരാം. സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. ആ പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല. കുറച്ച് ബ്ലഡ് വേണ്ടി വരും. എന്റെ മതിയാവില്ലേ? എ പോസിറ്റീവ് ആണോ? നോക്കിയിട്ടില്ല. വരൂ. മോനെങ്ങനെ? പുറമെ ഫ്രാക്ചർ ഒന്നും ഇല്ല. തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എ പോസിറ്റീവ് ആണ്. കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ആ, ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. ശരി. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ. യെസ്. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല മോനെ. ഇവരിങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ആ ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അവർ കുഴപ്പമൊന്നുമില്ലല്ലോ. ദേ കണ്ടോ, ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനിയുണ്ട്, അത്രേ ഉള്ളൂ. പനി ഇത് കുറച്ച് പാലാണ്, നല്ലോണം ആച്ചിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയരുത്, കരയരുത്, കരയാൻ പാടില്ല. മോനു കരല്ലേ. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ, വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം. നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി. ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്.